എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിത കാരകത്തിലെ 6ാമത്തെ കഥയാണ്. സ്വർണ്ണനിധി കിട്ടിയവൻ്റെ അപേക്ഷപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ കഥയാണിത്. ഒരു കുളത്തിൽ ശതബുദ്ധി എന്നും സഹസ്രബുദ്ധി എന്നും 2 മത്സ്യങ്ങൾ വസിച്ചിരുന്നു. അവർക്കു സ്നേഹിതനായി ഏകബുദ്ധി എന്നൊരു തവളയും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ മുക്കുവന്മാർ കുളക്കരയിൽ വന്നെത്തി. അവർ തമ്മിൽ പറഞ്ഞു, നമുക്ക് നാളെ രാവിലെ വന്ന് ഈ മത്സ്യങ്ങളെയെല്ലാം പിടിക്കാം. ഇതു കേട്ട മത്സ്യങ്ങൾ ഇനി എന്ത് വേണമെന്ന ആലോചനയായി. ആ സമയത്ത് തവള പറഞ്ഞു, നാം ഇപ്പോൾ ഒളിച്ചോടുകയോ അതോ ഇവിടെ തന്നെ ഉറച്ചിരിക്കുകയോ വേണ്ടതെന്ന് ഉടൻ തന്നെ തീരുമാനിക്കണം. അതുകേട്ട സഹസ്രബുദ്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, മുക്കുവന്മാർ വരുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. വന്നാലും എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് അങ്ങയെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും. ശതബുദ്ധി പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു, ശരിയാണ്, അങ്ങ് 1000 വിദ്യകൾ അറിയാവുന്ന സഹസ്രബുദ്ധിയാണല്ലോ. വായുവും സൂര്യരശ്മിയും കടക്കാത്ത സ്ഥലത്ത് പോലും പ്രതിഭാശാലിയുടെ ബുദ്ധി പ്രവേശിക്കും. ആരോ എന്തോ പറയുന്നത് കേട്ട് ജന്മസ്ഥാനം വിട്ടുപോകാൻ വയ്യ. അതുകൊണ്ട് നമുക്കെങ്ങോട്ടും പോകേണ്ട. ഞാനും അങ്ങയെ എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് രക്ഷിക്കാം. ഇതൊക്കെ കേട്ട് തവള പറഞ്ഞു, ഞാൻ ശതബുദ്ധിയോ സഹസ്രബുദ്ധിയോ അല്ല, ഏകബുദ്ധി മാത്രമാണ്. ഇവിടെ നിന്നും പോകുകയാണ് നല്ലതെന്നാണ് എൻ്റെ ബുദ്ധി പറയുന്നത്. തുടർന്ന് ഏകബുദ്ധി സകുടുംബം മറ്റൊരു കുളത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ മുക്കുവന്മാർ വന്ന് സകല ജലജീവികളെയും പിടിച്ചു. ശതബുദ്ധിയും സഹസ്രബുദ്ധിയും വലയിൽ കുടുങ്ങി ചത്തുപോയി. വൈകുന്നേരം മുക്കുവന്മാർ വീടുകളിലേക്ക് മടങ്ങി. ഒരു മുക്കുവൻ ശതബുദ്ധിയെ ചുമലിൽ ചുമന്ന് സഹസ്രബുദ്ധിയെ കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. അടുത്ത ജലാശയത്തിലിരുന്ന തവള ഇതുകണ്ട് ഭാര്യയോട് പറഞ്ഞു, ശതബുദ്ധി തലയിലിരുപ്പായി, സഹസ്രബുദ്ധി തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഏകബുദ്ധിയായ ഞാൻ മാത്രം നിർമ്മല ജലത്തിൽ കളിച്ചു രസിക്കുന്നു. കഥ അവസാനിപ്പിച്ച ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിധിയാണ് കാര്യമെന്ന്. ഇത് കേട്ട് സ്വർണ്ണനിധി കിട്ടിയവൻ പറഞ്ഞു, അത് ശരിയാണെങ്കിലും സുഹൃത്തുക്കൾ പറഞ്ഞാൽ അനുസരിക്കണം. ഞാൻ തടുത്തിട്ടും താങ്കൾ അതിമോഹം കൊണ്ട് ഇവിടെ വന്ന് ചാടിയല്ലോ. ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണ്ണനിധി കിട്ടിയവൻ പറഞ്ഞ വിഡ്ഢിയായ കഴുതയുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 6ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.